നമസ്കാരം. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ GCC രാജ്യങ്ങൾ ഇറാനെതിരെ കടുത്ത നിലപാടിലേക്ക്. ഇറാനുമായുള്ള നയതന്ത്ര ബന്ധമടക്കം വിച്ഛേദിക്കുന്ന കടുത്ത തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കുവൈറ്റ് എത്തിയിരിക്കുന്നത്. രാജ്യത്തുള്ള ഇറാനിയൻ നയതന്ത്രജ്ഞർ 24 മണിക്കൂറിനകം കുവൈറ്റ് വിടണമെന്ന് കുവൈറ്റ് സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കുവൈറ്റിന് നേരെ ഇന്നും തുടരുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കടുത്ത നിലപാടിലേക്ക് കുവൈറ്റിനെ കൊണ്ട് എത്തിച്ചത്. എന്തായാലും ഇതിനിടെ ഇറാന്റെ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് GCC കൂട്ടായ്മയും രംഗത്തെത്തി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒന്നാമത്തെ ടെർമിനലിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടു. മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടു വരികയാണെന്നും കുവൈറ്റ് സർക്കാരുമായി സഹകരിച്ച് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്നും കുവൈറ്റിലെ ഇന്ത്യൻ എംബസി എക്സിലൂടെ സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ വിമാനത്താവള ജീവനക്കാരും യാത്രക്കാരും ഉൾപ്പെടെ കുറഞ്ഞത് 63 പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ വിമാനത്താവള കെട്ടിടങ്ങൾക്കും നയതന്ത്ര കാര്യാലയങ്ങൾക്കും വലിയ നാശനഷ്ടമുണ്ടായി. ഇതേ തുടർന്ന് കുവൈറ്റ് വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ലാൻഡ് ചെയ്യേണ്ടിയിരുന്ന വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്തു. എന്നാൽ കേടുപാടുകൾ പരിഹരിച്ച് സുരക്ഷ ഉറപ്പാക്കിയ ശേഷം ടെർമിനൽ 4-ൽ നിന്നുള്ള സർവീസുകൾ കുവൈറ്റ് എയർവേസ് പുനരാരംഭിച്ചിട്ടുണ്ട്. വിമാനത്താവളം ലക്ഷ്യമിട്ട് നിരവധി ഡ്രോണുകൾ എത്തിയതായും പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കി സ്ഥിതിഗതികൾ സൈന്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയ വക്താവ് കേണൽ സ്റ്റാഫ് സൗദ് അബ്ദുൾ അസീസ് അൽ അദ്വാൻ അറിയിച്ചു. ഗൾഫ് മേഖലയിൽ സംഘർഷം വീണ്ടും കടുക്കുന്നതിനിടയിലാണ് ഈ സംഭവം. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ ആക്രമണം നടത്തിയപ്പോൾ അമേരിക്ക ഹോർമൂസ് കടലിടുക്കിന് സമീപം സൈനിക നടപടികൾ ആരംഭിച്ചു. ഏപ്രിൽ 8 മുതൽ നിലവിലിരുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ തകരുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ഈ അനിശ്ചിതാവസ്ഥ കാരണം ആഗോള വിപണിയിൽ എണ്ണവില 2% വർദ്ധിച്ചിട്ടുണ്ട്. ലോകത്തെ എണ്ണ LNG കയറ്റുമതിയുടെ 5-1 നടക്കുന്നത് ഈ തന്ത്രപ്രധാനമായ കടൽ മാർഗത്തിലൂടെയാണ്. ഇറാൻ തീരത്തേക്ക് പോയ എണ്ണക്കപ്പൽ അമേരിക്ക വെടിവെച്ച് നിശ്ചലമാക്കി. ഇതിന്റെ ദൃശ്യവും പുറത്തുവിട്ടിട്ടുണ്ട്. വാഷം ദ്വീപിൽ ടെലികമ്മ്യൂണിക്കേഷൻ ടവർ ആക്രമിച്ച അമേരിക്കൻ നീക്കത്തിനാണ് ബഹ്റൈനിലും കുവൈറ്റിലും ഇറാൻ തിരിച്ചടിച്ചത്. ബഹ്റൈനിൽ അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയെ ആക്രമിച്ചെന്നാണ് അവകാശവാദം. കുവൈറ്റിൽ അമേരിക്കൻ വ്യോമത്താവളം ആക്രമിച്ചു എന്നാണ് അവകാശപ്പെട്ടത്. എന്നാൽ ഈയിടെ പ്രവർത്തനം പുനരാരംഭിച്ച ടെർമിനൽ 1-ൽ കനത്ത നാശനഷ്ടവും നിരവധി പേർക്ക് പരിക്കും പറ്റിയതായി കുവൈറ്റ് സ്ഥിരീകരിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. കുവൈറ്റിലേക്ക് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഉൾപ്പെടെ വിമാനങ്ങൾ തിരിച്ചുവിടുകയായിരുന്നു. സംഘർഷം തുടരുന്നത് വ്യോമഗതാഗതത്തെ താറുമാറാക്കും. 5ാം കപ്പൽ പടയ്ക്ക് നേരെയുള്ള ആക്രമണം അമേരിക്കയും കുവൈറ്റ് വിമാനത്താവളത്തിന് നേരെയുള്ള ആക്രമണം GCC രാജ്യങ്ങളും ഗൗരവമായി എടുക്കും.